നാളെ കേക്ക് മുറിക്കുന്നു. സക്സസ് മീറ്റ്. താങ്ക് യു. എന്താ ഞാൻ ചേട്ടാ ഇപ്പം ബുക്ക് മൈ ഷോയിൽ ഇതുവരെ ധ്യാൻ ശ്രീനിവാസൻ സിനിമകളിൽ കാണാത്ത ഒരു ബുക്കിങ്ങോടെയാണ്. കഴിഞ്ഞ കൊല്ലം കണ്ടല്ലോ, ഒരു വർഷത്തിന് ശേഷം. അപ്പോൾ ഈ സ്ലീപ്പർ സെൽ ധ്യാൻ ആരാധകരൊക്കെ ഉണർന്നു എന്ന് തോന്നുന്നു. സ്ലീപ്പർ സെൽസ് ഉണർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പലരും അതിലൊരു ദിവസമല്ലായിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ഫസ്റ്റ് ദിവസം തന്നെ ഒരു ഫുൾ ഹൗസ് ആൾക്കാർ. ഇന്നത്തെ നൈറ്റ് ഷോസ് എല്ലാം ഫുള്ളാണ്. ഓൾമോസ്റ്റ് ഓൾ കേരള പല സ്ഥലങ്ങളിലും ഫുള്ള് ഹൗസാണ്. ഫസ്റ്റ് ഹാഫ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിനേക്കാൾ എനിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടും കുറച്ച് രസമുള്ള പരിപാടിയായിട്ട് തോന്നി. ഭയങ്കര മഹാസംഭവം എന്നല്ല, പക്ഷേ എന്നാലും ഡീസൻറ്റ്, ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് പേഴ്സണലി തോന്നി. അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും, വീട്ടിൽ മാറി നിൽക്കുന്ന പലരും വന്ന് സിനിമ കാണണം. ഇത് സ്ഥിരം അല്ലേ, സിനിമ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര ആരും തന്നെ മോശം എന്ന് വെച്ചാൽ മോശം റിവ്യൂസ് ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലാം ആവറേജ്, അബോവ് ആവറേജ്, ഗുഡ്, അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും അബോവ് ആവറേജും ഗുഡുമാണ് കൂടുതലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വന്ന നമ്മുടെ വനിത ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള തിയേറ്റർ റിവ്യൂസിലൊക്കെ വന്ന സാധനങ്ങളൊക്കെ തന്നെ ഭയങ്കര പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു കുറച്ചധികം ഒരു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാർ കയറി വരുവാണെങ്കിൽ, ഫാമിലി ഒക്കെ വരുവാണെങ്കിൽ, ഇന്ന് ചെറുപ്പക്കാരൊക്കെ വന്ന് അത്യാവശ്യം ഇതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് കയറി പോകേണ്ടതാണ്. ഇന്റർവ്യൂ കാണുന്ന അമ്മമാരൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുമെന്നൊക്കെ പറയാറുണ്ട്. അതാ പറയുക, ഇന്റർവ്യൂ ഇത് നമ്മൾ പറയുമല്ലോ, ഇത് നമ്മൾ കാത്തിരിക്കേണ്ടത്. ഇതെന്തായാലും തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന നമ്മുടെ നല്ല സിനിമയാണ്. എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നൊരു സിനിമയാണ്. ഇവിടെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, കണ്ടോ, അത്രേ ഉള്ളൂ. ബാക്കി നാളെ അത് നമുക്കൊന്നും അറിയില്ലല്ലോ. സിനിമയുടെ കേസ് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മളെല്ലാ ആഴ്ചയും കാണുന്ന സിനിമ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ 2 സംവിധായകർ വരുന്നു. അവരുടെ ഒരുപാട് കാലത്തെ എഫേർട്ടും നമ്മളെ വെച്ചിട്ട് വീക്കെൻഡിനെ പോലത്തെ ഒരു ബാനർ എന്നെ വെച്ച് നമ്മളെ വെച്ച് സിനിമ ചെയ്യുന്നു. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാകുന്നു. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അവർ ഇങ്ങനൊരു സിനിമ ആദ്യമായിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ അതെ. കാരണം ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അഭിപ്രായം വന്നാൽ പോലും ഈ വർഷം ഇറങ്ങിയ കുറച്ച് പടങ്ങൾക്കൊക്കെ അഭിപ്രായം വന്നിട്ട് ആൾ വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ മലയാള സിനിമ ഭയങ്കര ക്രൈസിസിൽ നിൽക്കുന്നൊരു സമയത്ത് ഇങ്ങനൊരു സിനിമ അഭിപ്രായം വന്നതിന് ശേഷം തിയേറ്ററിൽ ആൾ വരേണ്ടത് ഈ ഇൻഡസ്ട്രിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ആൾക്കാർ തിയേറ്ററിലോട്ട് വരണം. എനിക്ക് തോന്നുന്നു ഒരിക്കലും അതെ, എമ്പുരാൻ വന്നു, പ്രിൻസ് വന്നു, പ്രിൻസിനോടൊപ്പം പടക്കളം വന്നു. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്കൊന്ന് നരിവേട്ടയും അത്യാവശ്യം നല്ല അഭിപ്രായമുണ്ട്. ഇതിനും നല്ല അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമയാണ്. എന്തായാലും ഒരിക്കലും മോശം സിനിമയല്ല എന്ന് പേഴ്സണലിലോട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് നാളെ നമ്മളിന്നലെ പറഞ്ഞല്ലോ, ബാക്കി നാളെ സക്സസ് പ്രസ് മീറ്റ് നമുക്കൊരു പരിപാടി. അല്ല, അവർക്ക് അതൊക്കെ പ്രൊഡക്ഷൻ തീരുമാനിക്കേണ്ട കാര്യമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ തീരുമാനിച്ചിട്ട് അവർ അറിയിക്കുകയാണ് നമ്മൾ ചെയ്യും. അല്ല, ഞാൻ പക്ഷേ ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അങ്ങനെ മിന്നലില്ല ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഇതൊരു കോമഡി പടമല്ല. കാരണം പലരും ഇത് ഭയങ്കര ഹ്യൂമർ പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാർക്ക് ഇതൊരു കോമഡി പടമല്ല. ഇത് പ്രോപ്പർ സീരിയൽ കില്ലിംഗ്, അല്ലെങ്കിൽ നാട്ടിൻപുറത്ത് നടക്കുന്ന പ്രോപ്പർ മർഡർ മിസ്റ്ററിയും കില്ലിങ്ങും സീരിയൽ കില്ലിങ്ങും തന്നെയാണ്. അപ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഈ സിനിമ വളരെ സിറ്റുവേഷൻ ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫിലുള്ള ചെറിയ ഹ്യൂമർ ഒഴിച്ചു കഴിഞ്ഞാൽ പടം സെക്കൻഡ് ഹാഫിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് പോകുന്ന, പ്ലസ് ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു പരിപാടി. അപ്പം ഭയങ്കര തമാശ പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. അതുകൊണ്ട് തമാശയൊന്നുമില്ല, പ്രോപ്പർ ഇൻട്രീഗിങ് ആയിട്ടുള്ള ഒരു ത്രില്ലറിൻ്റെ ടെംപ്ലേറ്റ് പിടിച്ചിട്ടുള്ള നാടൻ ത്രില്ലർ തന്നെയാണ്. സിജുബ്രോയുടെ ഫൈറ്റ് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫൈറ്റൊക്കെ ചെയ്തിട്ട്? ധ്യാൻ ചേട്ടനെ കണ്ടപ്പോഴും എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീര പരിപാടിയായിരുന്നു. ഫൈറ്റ് ആദ്യം ഒരൊറ്റ ഡീലുള്ള പരിപാടിയായിരുന്നു. ഇവനാണ് ഫൈറ്റ് കൂട്ടിയത്. എന്നെ വെറുതെ പണിയെടുപ്പിക്കാതെ വരണ്ടെന്ന് പറഞ്ഞല്ലേ. അല്ല, അത് ലാസ്റ്റിൽ ആ ഫൈറ്റ് ഉള്ള കണ്ടിട്ടുണ്ടല്ലോ. അതിലുള്ള കുറച്ച് പരിപാടി ആദ്യം ഒറ്റ അടിയിൽ അവൻ അവിടെ വീഴുന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു തിരിച്ച് 2-3 അടി കൊള്ളട്ടെ, എന്നാലല്ലേ അങ്ങനെ വെറുതെ വിടണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ഭയങ്കര നല്ലതാണ് അങ്ങനത്തെ ഒരു ഫൈറ്റും പരിപാടികളൊക്കെ. അത്
നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. പിന്നെ അന്നേരത്തെ ക്യാമറ മൂവ്മെന്റ്സുകളൊന്നും പറയേണ്ടതാണ്. കാരണം നോക്കബോട്ടിക്കാണ് ഉപയോഗിച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നോക്കബോട്ട്. പക്ഷെ നല്ലായിരുന്നു, തൗസി മാസ്റ്ററാണ് ചെയ്തേക്കുന്നത് കൊറിയോഗ്രാഫി. പിന്നെ ഇതിന്റെ മേക്കേഴ്സ് പുതിയ ആൾക്കാർ ഇത്രയും പുൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, വേറെ വലിയ കാര്യമല്ല. കാരണം അതെ അവരിതുവരെ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല, അവരാരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടില്ല, അവരാദ്യമായിട്ട് ചെയ്യുന്ന സിനിമ. അപ്പോൾ എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ഇപ്പം എന്നെ വെച്ച സിനിമയിൽ തന്നെ വലിയ ധൈര്യം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ വെച്ചിട്ട് എന്നെ വെച്ച സിനിമ ചെയ്യുമ്പോൾ അവരുടെ ധൈര്യത്തിന് ഒരു നാഷണൽ ബ്രേവറി അവാർഡും കൂടെ കൊടുക്കണം അവർക്ക്. സീക്വലോ? അല്ല, അത് അവർ സോഫി ചേച്ചിനോട് തന്നെ ചോദിക്കണല്ലോ, ഉണ്ടെങ്കിൽ നല്ലത്. തീർച്ചയായിട്ടും അതുകൊണ്ടുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതെ, ചിലപ്പോൾ നാളെ ഈ പറഞ്ഞ പോലെ ഭാവിയിൽ ക്രോസ് ഓവർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലടാ, ഒന്നും അറിയില്ല, ഒരു പിടിയില്ല. സോഫി ചേച്ചി ആദ്യമേ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനി എങ്ങനെ പ്രതീക്ഷിക്കാമോ നമുക്ക്? അതല്ല, അത് എനിക്ക് വേറൊരു ഡയറക്ഷൻ വരും. അത് സോഫി ചേച്ചിയുടെ ഒരു കയ്യിലൊരു കഥയുണ്ടായിരുന്നു, അത് ഡയറക്റ്റ് ചെയ്യുമെന്ന് വെച്ചിട്ടാണ് വിളിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഞാനത് അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കുറെ അധികം ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജാൻ ചേട്ടൻ്റെ ഡയറക്ഷൻ ഓണായി കൊണ്ടിരിക്കുകയാണ്. ജാൻ ചേട്ടൻ ഡയറക്ഷനിലേക്ക് കിടക്കുമ്പോൾ ഇതേപോലെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കുറെ ആൾക്കാർ നീയൊക്കെ എല്ലാവരും നിങ്ങളൊക്കെ എന്താണ് നമ്മൾ ക്രൗഡിലൊക്കെ നിർത്തൂലേ 3000 പേരിൽ ഒരാളായിട്ട്. ഈ ഒരു ഹിറ്റിൽ എത്രത്തോളം ഹാപ്പിയാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ മനസ്സിൽ. അല്ല, ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഹിറ്റും സക്സസും ഫെയിലും. ഇപ്പോൾ ഒരു കുഞ്ഞ് നമ്മൾ നാളെയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഹിറ്റ് എന്നൊക്കെ പറയണം. ഹിറ്റ് എന്ന് പറയണമെങ്കിൽ ആൾക്കാർ കൂടുതൽ കാണണം. ഇന്നിപ്പോൾ അഭിപ്രായം വന്നോ, നല്ല അഭിപ്രായമുണ്ട്, പോസിറ്റീവ് ആണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി ആൾക്കാർ കണ്ട് വന്നാലും അത് നമ്മൾ ഹിറ്റ് എന്ന് പറയാൻ പറ്റും. കമേഴ്ഷ്യലി ഹിറ്റ് ആവുമെന്ന് പറയാൻ കളക്ട് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് സക്സസും ഇത് സിനിമയെ സംബന്ധിച്ചിടത്ത് ഇത് ഭയങ്കര ശാശ്വതമാണ്. ഇതിപ്പോൾ നാളെ ഇപ്പോൾ ഈ 2 ആഴ്ചത്തോളം ഈ ഹിറ്റിനെ പറ്റി പറയും, നാളെ ഒരു മോശം സിനിമ ചെയ്താൽ അത് ആൾക്കാർ പിന്നെ എന്തായാലും അതിന് ഇതിലൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ നാളെ കേക്ക് മുറിക്കുന്നു, സക്സസ് മീറ്റ്. അല്ലല്ല, ഇത് ഇത്തവണ ഇത് ചെറിയ ഹിറ്റായതുകൊണ്ട് ചെറിയ രീതിയിൽ എൻ്റെ വകയുള്ള പാർട്ടി. എന്ത് വേണം കേക്ക് തന്നെ എന്താ വേണ്ട? ചേട്ടൻ മനസ്സറിയിട്ട് എന്ത് തരുന്നു അത് സ്വീകരിക്കും. ഓക്കെ, ആ മനസ്സറിഞ്ഞ് ഞാൻ നാളെ തരാം. ഓക്കെ, കോക്ടെയിൽ പാർട്ടിയാണോ? ആ കോക്ടെയിൽ പാർട്ടിയാക്കാം. അതല്ല, കോക്ടെയിൽ മതി.